റിമൂവ് ചെയ്ത് മുറിച്ച് മാറ്റിയത്. അവനെ ഞങ്ങൾ സമാധാനിപ്പിച്ചതിന് ശേഷം ചോദിക്കുണ്ടായത് എന്തുണ്ടായി മോനിയെന്ന്. അപ്പോഴാണ് മോൻ പറയണത് അവന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് രണ്ടാള് വേറെ ചവിട്ടി പിടിച്ചിട്ടൊക്കെയാണ് അവന്റെ മുടി മുറിക്കുന്നതും താടി മീശൊക്കെ മുറിക്കുന്നത്. ഇതിപ്പം ഈ വീഡിയോ ഇപ്പോൾ കാണുന്ന സമയത്ത് ഉണ്ടല്ലോ, ചിരിക്കണോ അതോ കരയണോ അതോ ഇവരോട് എന്താ പറയണ്ടേ? ഇതിപ്പം ഒരു അമ്മ എന്ന സ്ഥാനത്ത് ഇപ്പം എന്താ ഇവരോടൊന്നും പറയാനും പറ്റാത്ത അവസ്ഥയാണ്. സപ്പോർട്ട് ചെയ്യണം, ഓക്കെ, പക്ഷെ മകൻ പോയത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരാളെ ഇടിപ്പിച്ച് കൊല്ലാൻ ശ്രമിക്കുന്നതിനാണ്. ആ സമയത്താണ് അത് ഇവനാണ് ഡ്രൈവ് ചെയ്തത്, അവൻ്റെ വണ്ടി ഓടിച്ചത് അവനാണ്. അവനെ ഇടിപ്പിച്ച് കൊല്ലാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് ഇവൻ പോയത്. അതിനാണ് ഇവൻ സപ്പോർട്ട് ചെയ്യുന്നത്. കൊലപാതക ശ്രമത്തിനാണ് ഇവൻ അകത്ത് പോയേക്കുന്നത്. പിന്നെ കൊലപാതക പിന്നെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്? ഇവൻ മറ്റേ ജയിലിൽ കയറുന്നതിന് മുമ്പ് എന്ത് പട്ടിഷോ ആയിരുന്നു ഇവൻ. അതിനൊന്നും ഒരു കുഴപ്പമില്ല. ഇവൻ്റെ പല വീഡിയോസും കണ്ടിട്ടുണ്ട്. ചില സമയത്തുണ്ടല്ലോ ഇവൻ്റെ ചെകള അടിച്ച് പൊളിക്കാൻ തോന്നും, ചില സമയത്ത് കലിപ്പാവും. അതായത് സത്യം പറയില്ല, ഇറിറ്റേഷനാണ് ഇവൻ്റെ വീഡിയോസ് എല്ലാം. ഉള്ള കാര്യം പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനെ ഇതാക്കി പറയുന്നതല്ല. ഇവൻ മറ്റേ നമ്മുടെ ഈ ട്രോൾ വീഡിയോസ് അല്ലെങ്കിൽ ഈ പബ്ലിക്കായിട്ട് പോയിട്ടാണല്ലോ ഇവൻ പല വീഡിയോസും ചെയ്യുന്നത് മെയിനായിട്ട്. അതായത് ആൾക്കാരെ ഉപദ്രവിച്ചിട്ട് എന്നിട്ട് ഇവൻ പിന്നെ തിരിച്ചങ്ങോട്ട് റേസ് ചെയ്യുന്നതും ഭയങ്കര എന്തോ ഇവന് സ്പെഷ്യൽ കഴിവുള്ള പോലാണ് ഇവൻ്റെ ഒരു ഇത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവൻ തല്ലാനും ഒക്കെ പോകുന്ന അങ്ങനത്തെ ഒരു ടൈപ്പ് ഒരു വ്യക്തിയാണ്. പിന്നെ ജയിലിൽ പോയി കഴിഞ്ഞാൽ നല്ല നടത്തിപ്പിൻ്റെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് മുടിയും മുറിക്കും താടിയെല്ലാം അവർ കട്ട് ചെയ്യും. ഞാൻ 10th പഠിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ തന്നെ എന്താണ് നമുക്ക് ഒരുത്തനുണ്ടായിരുന്നു, അത്യാവശ്യം നല്ല സൈസും നല്ല മുടിയൊക്കെ ഇത്രയും വളർത്തി നല്ല സ്റ്റൈലായിട്ട് നടന്ന ഒരുത്തനാണ്. അവനെന്തോ വള്ളിക്കെട്ട് പിടിച്ചിട്ട് ജയിലിൽ പോയ സമയത്ത് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പഠിക്കുന്നൊരു സമയത്താണ്. അപ്പോൾ അവനെന്തോ വള്ളിക്കെട്ട് പിടിച്ച്, അപ്പോൾ എറണാകുളത്തായിരുന്നു. എറണാകുളത്ത് പഠിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ തന്നെ അവൻ വള്ളിക്കെട്ട് പിടിച്ച് പോയതാണ്. അപ്പോൾ എന്തോ വള്ളിക്കെട്ട് സംതിങ് എന്തോ ഒരു കൊട്ടേഷൻ ആ ഒരു റേഞ്ചാണ്. 10th ക്ലാസ്സിലാണെന്ന് ഓർക്കണം. അപ്പോൾ ഇത്ര മുടിയൊക്കെ കൊടുത്ത് നല്ല സ്റ്റൈലായിരുന്നു കാണാൻ, നല്ല ഹൈറ്റും സൈസൊക്കെ ഉണ്ട്. ഇവൻ്റെ സൈസ് കാരണം അവിടെ ചെന്നപ്പോഴത്തേക്ക് എന്താണ് ഫസ്റ്റ് ഇവൻ്റെ മുടിയാണ് മുറിച്ചത്. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, പണ്ട് തൊട്ടേ ഉള്ളതാണ്, മനസ്സിലായോ? അല്ലാതെ ഇത്രയും കിടന്ന് കരയേണ്ട കാര്യമൊന്നുമില്ല. മകനെ മുടി മുറിച്ചെങ്കിൽ അവൻ്റെ കലിരിപ്പാണല്ലോ മുടി മുറിച്ചത്, അല്ലാതെ വേറെ ഇഷ്യൂസിനൊന്നും അല്ലല്ലോ. ഇവിടെ പറച്ചിൽ കേട്ടേണ്ട മറ്റേ ഇവനെന്താ നല്ല പുണ്യപ്രവൃത്തി ചെയ്തിട്ടാണ് ജയിലിൽ പോകുന്നുള്ളത്. ഇതൊക്കെയാണ് ഇങ്ങനത്തുള്ള മാതാപിതാക്കളാണ് ശരിക്കും പറഞ്ഞാൽ സപ്പോർട്ട് ചെയ്യും തോറും അവനെ ഇപ്പം മനസ്സിലായി ഇവൻ എന്താണ് ഇങ്ങനെ ആയെന്നുള്ള കാര്യം മനസ്സിലായി. എന്താണ് അവൻ്റെ മാതാപിതാക്കൾ തന്നെയാണ് ഇവനെ ഇങ്ങനെ ആകാൻ കാരണം, മനസ്സിലായോ? കാരണം വീട്ടിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ഇവനിങ്ങനെ സപ്പോർട്ട് ചെയ്യരുത്. ഇങ്ങനെയുള്ളവനെ സപ്പോർട്ട് ചെയ്യാതിരുന്നാൽ എന്താണ് അവൻ പിന്നെ അത് ചെയ്യുമോ? ഒരിക്കലും ചെയ്യത്തില്ല. പിന്നെ അത് ഓക്കെ, ഇതിപ്പോൾ അവൻ്റെ വീട്ടുകാരായതുകൊണ്ട് അവരുടെ വിഷമത്തിലാണ് പറയുന്നത്, ഒരു മകനായിരിക്കും മേ ബി, അറിയില്ല. അപ്പം അത് സങ്കടം നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു, ഓക്കെ. പക്ഷേ വീട്ടുകാർ പ്രതീക്ഷിക്കേണ്ടത്, അല്ലെങ്കിൽ അവനെ മുടി മുറിച്ച് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ജയിലിൽ കയറുന്നതിന് മുമ്പേ പട്ടിഷോയാണ്. അപ്പം ഇവൻ പോലീസുകാർ 2-3 പേര് പിടിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് ഇവൻ കുതിറി ഓടാനും അവിടെ ജയിലിൽ കയറി പട്ടിഷോ കാണിച്ചും കാണും. ഉറപ്പായിട്ട് ഇവൻ പട്ടിഷോ കാണിക്കുന്ന ഉറപ്പാണ്, 100% അവൻ അത് കയറി പട്ടിഷോ കാണിച്ചു കാണും. അതായത് കുതിറി ഓടി എൻ്റെ മുടി വെട്ടാൻ പാടില്ല, അങ്ങനെ റൂൾസ് ഇല്ല എന്നൊക്കെ പറഞ്ഞു കാണും. അതായിരിക്കും അവർ പിടിച്ചത്. എന്നാൽ പിന്നെ ഇവന് മുടി മുറിച്ചിട്ടേ കാര്യമുള്ളൂ ഓർത്തായിരിക്കും അവരെന്ത് ചെയ്ത് കട്ട് ചെയ്തത്. സിനിമയിൽ അഭിനയിക്കാൻ പോകണം, അവൻ സിനിമയിൽ അഭിനയിക്കാൻ പോട്ടെ. നിങ്ങളെന്തിനാണ് കൊലപാതക ശ്രമം ഉള്ളവരുത്തിനെയും സപ്പോർട്ട് ചെയ്യേണ്ട കാര്യം എന്താണ്? ഒളിവിലായിരുന്നു. ഇപ്പോൾ 8 മാസം കഴിഞ്ഞിട്ട് 9 മാസം കഴിഞ്ഞിട്ടാണ് കാണാൻ പോലീസ് പിടിക്കുന്നത് തന്നെ. ആ ദേഷ്യം ഓൾറെഡി ഉണ്ട് പോലീസിന്. ഇനി അവൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവന് നേരത്തെ കീഴണമായിരുന്നല്ലോ. ആ കലിപ്പെല്ലാം കൂടി ആയിരിക്കും തീർത്തത്. അല്ലെങ്കിൽ പിന്നെ ഇവൻ്റെ ക്യാരക്ടർ വെച്ചിട്ട് എന്താണ്, ഇവൻ്റെ ക്യാരക്ടർ വെച്ച് ഉറപ്പായിട്ട് ഇവനെ കൊങ്ങാക്കി പിടിക്കാനല്ല, ഇവനെ തല്ലാൻ തോന്നും സ്വാഭാവികമായിട്ട്. എന്നാലും ഇവൻ്റെ ചെക്കലും ഒക്കെ അടിക്കാൻ തോന്നും. ഉള്ള കാര്യം പറയാലോ. പബ്ലിക് വീഡിയോസാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ മറ്റേ ട്രോളും ഇതൊക്കെ ആയിട്ട് പബ്ലിക് എങ്ങാണ് ഇനി ഇവനെ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടല്ലോ ഇവൻ്റെ ചെവുക്കിൽ നോക്കി അടി കൊടുത്തണം ആൾക്കാർ. പെണ്ണുങ്ങളോട് ഐ ലവ് യു പറയുന്നു, മറ്റേത് പറയുന്നു, മറിച്ചത് പറയുന്നു. ഇതൊക്കെയാണ് ഇവൻ്റെ വീഡിയോസ്. അതൊന്നും ഇഷ്യൂസ് ഇല്ല, അവൻ്റെ വീഡിയോ റേഞ്ച് കയറാനാണ്. പിന്നെ ഇവൻ്റെ പല വീഡിയോസും കാണുമ്പോൾ നമുക്ക് കലിപ്പ് തോന്നും. ഇവൻ അങ്ങോട്ട് കയറി എന്താണ് പബ്ലിക്കിൽ ഒരു എന്താണ് അവരുടെ ഒരു എന്താ പറയുക അതിന്, എന്താ നമ്മുടെ ഒരു സ്വകാര്യത നഷ്ടപ്പെടുത്തുന്ന ഒരു വ്യക്തിയാണ് ഇവൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പബ്ലിക്കിൽ ചെന്ന് അങ്ങോട്ട് കയറി ചെന്ന് ഇവൻ എന്താണ് അത്രയും വികൃതമായിട്ടാണ് ഇവൻ്റെ പെരുമാറ്റം. കാര്യമില്ല, മറ്റേ പബ്ലിക്കിൽ ബലൂൺ എറിഞ്ഞ് അങ്ങനെയൊക്കെ കുറേ വള്ളിക്കെട്ട് കേസൊക്കെ പിടിച്ചിട്ടുള്ളതാണ്. അപ്പം മറ്റുള്ളവർക്ക് ഉപദ്രവകരമായിട്ടുള്ള വീഡിയോസ് നമ്മൾ ചെയ്യാതിരിക്കുക, മെയിനായിട്ട് എന്താ ഉപദ്രവിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ വാക്കുകൊണ്ട് ഓക്കെ, പക്ഷേ നമ്മളെന്താണ് ഫിസിക്കലി നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാതെ വേണം നമ്മൾ വീഡിയോസോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രാങ്കൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ അതിൽ അവൻ കുറേ പേരെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. പക്ഷേ പബ്ലിക്ക് ഇവൻ നല്ല ഇടി കിട്ടാഞ്ഞിട്ടാണ് ഇവൻ ഇങ്ങനെ ആയതും. അപ്പോൾ അവൻ ഓർത്തു ഇനിയിപ്പോൾ എല്ലാം നടക്കും, വണ്ടി ഇടിച്ച് വന്നാലും സീനില്ല, ഇങ്ങനത്തെ വേറെ പ്രോബ്ലംസ് ഒന്നും വരത്തില്ല എന്ന് ഓർത്ത് ആശാൻ.
ആശാൻ എന്നിട്ട് 8 മാസം എന്താണ് ഒളിവിൽ നിന്നു. അപ്പോൾ അതിനൊക്കെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ടായിരുന്നു. അന്നേരം ഇവർ ഓർത്തില്ലായിരുന്നു മുടി വളരും വെട്ടും എന്നുള്ള കാര്യമൊന്നും ഓർത്തില്ലായിരുന്നു. അന്നേരം ഇവർ മാതാപിതാക്കളൊന്നും കണ്ടുമില്ലല്ലോ. ഇങ്ങനെ ഒരിക്കലും ഇവനെ ഒന്നും സപ്പോർട്ട് ചെയ്യില്ല. ഇനി ഇവനെങ്ങാണോ ഉണ്ടല്ലോ, ഇവനൊക്കെ ഇനി മറ്റേ ക്യാമറയും തൂക്കി ഇനിയിപ്പം വെളിയിലോട്ട് മറ്റേ ന്യൂസൻസായിട്ട് എന്തെങ്കിലും വീഡിയോസൊക്കെ ആയിട്ട് ഇവനെ ഇറങ്ങി കഴിഞ്ഞാൽ ഇവനെ പിടിച്ച് കെട്ടിയിട്ട് ചെവുക്കിലും ഒക്കെ കൊടുത്തോണം. കാരണം ക്രിമിനൽ കുറ്റവാളിയാണ് ഇവനൊക്കെ വെളിയിറങ്ങി കഴിഞ്ഞാൽ ഇവനെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ശരിക്കും പറഞ്ഞാൽ. വേറെ ഇതാണ് VJ മച്ചാൻ പീഡന ശ്രമത്തിനകത്ത് പോയവനാ. അങ്ങനെയാണ് കുറേ പറയാനുണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞത്. അങ്ങനെ ഇവന്മാരെ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ പറയുന്നത് ആക്ച്വലി. കാരണം ഇവനൊക്കെ പബ്ലിക് ന്യൂസൻസ് ആയിട്ട് മാറും. കാരണം ഇവനൊക്കെ വളം വെച്ച് കാരണം ഇവന് ഫണ്ട് അത്യാവശ്യം ഉണ്ട്. യൂട്യൂബിൽ നിന്നാണ് ഫണ്ടുണ്ട്. എല്ലാത്തിനും അഹങ്കാരം ഈ ചെറുപ്രായത്തിൽ കയറിയിട്ട് പല കോപ്രായങ്ങളും കാണിക്കും. ഇപ്പോൾ വീട്ടുകാർ പറയുന്നത് ഞാൻ പറയുന്നത് സപ്പോർട്ട് ചെയ്യാതിരിക്കുക. അവനെ ലീഗലി അവനെ ഊരാനുള്ള കാര്യങ്ങൾ നോക്കുക. ഇങ്ങനെ പബ്ലിക് പ്രസ് ക്ലബ്ബ് വെച്ച് എന്താണ് കുറ്റവാളി അല്ലാതാവുമോ? ഒരുത്തനെ ഇടിച്ച് കൊല്ലാൻ ശ്രമിച്ച് അവരുടെ മാതാപിതാക്കൾ ഇതുവരെ വന്നിട്ടില്ല. എൻ്റെ മകനെ കൊന്നും പറഞ്ഞ് അവർക്ക് നാണമാനമുണ്ട്. ഇവന് മറ്റേ മുടി മുറിച്ചെന്നും പറഞ്ഞുകൊണ്ട് മുടി തിരിച്ച് വളരെ സാധനമല്ലേ.